ഓക്കെ, അപ്പം എല്ലാവർക്കും പോളിനോമിയൽസിൻ്റെ തേർഡ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ എന്നുള്ളതാണ്. പേജ് നമ്പർ 28 ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. അപ്പം ഈ കോഎഫിഷ്യൻസ് എന്താണ് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സീറോസിനെ പറ്റി സംസാരിക്കാം. അതായത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റിൽ നോക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ax² + bx + c. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ x² കോഎഫിഷ്യൻ്റാണ് a, എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് b, കോൺസ്റ്റൻറ്റ് ടേം ആണ് c. മറന്നു പോയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5x² + 3x + 2 അങ്ങനെയാണെങ്കിൽ a എന്തായിരിക്കും? a എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും a എന്ന് പറയുന്നത്, 3 ആയിരിക്കും എന്ത്? ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം സി. അപ്പോൾ എയും ബിയും സിയും മനസ്സിലായല്ലോ. x² കോഎഫിഷ്യൻ്റ് എ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ബി, കോൺസ്റ്റൻറ്റ് ടേം സി. ഓക്കെ, ഇനി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട്സ് അല്ലെങ്കിൽ സീറോസ് നമ്മൾ ആൽഫ എന്നും ബീറ്റ എന്നും എടുക്കുന്നു. അപ്പോൾ ചിലപ്പം ആ റൂട്ട്സിന് 5 എന്നോ 6 എന്നോ ഒക്കെ ആയിരിക്കും കിട്ടുകയുണ്ടാവുക. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവർക്ക് തമ്മിലൊരു റിലേഷനുണ്ട്. ആർക്കൊക്കെ തമ്മിലാണ് റിലേഷൻ ഉള്ളത്? ഈ സീറോസിനും അല്ലെങ്കിൽ എന്തുവാ കോഎഫിഷ്യൻസിനും. സീറോസ് എന്ന് പറഞ്ഞാൽ തൽക്കാലം ആൽഫ എന്നും ബീറ്റ എന്നും എടുക്കാം. കാര്യം അവരെ നമുക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് കണ്ടുപിടിക്കണം. ചിലപ്പോൾ അതിന് വാല്യൂസ് 5 എന്നോ 6 എന്നോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എയ്ക്കും ബിക്കും സിക്കും. അപ്പോൾ എയും ബിയും സി എവിടെയാണെന്ന് നമുക്ക് ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. x² കോഎഫിഷ്യൻ്റ് എ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ബി, കോൺസ്റ്റൻറ്റ് ടേം സി. അപ്പോൾ ഈ എയ്ക്കും ബിക്കും സിക്കും ആൽഫയ്ക്കും ബീറ്റയ്ക്കും തമ്മിലുള്ള റിലേഷനുണ്ട്. അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും വരാം. ഒരു ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ആൾസോ വെരിഫൈ ദ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് വരാം. അപ്പോൾ ഒന്നാമത്തെ കേസ് റൂട്ട്സ് കണ്ടുപിടിക്കണം, പിന്നെ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യാൻ വേണം. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല, കൂടുതലായിട്ട് അതിലോട്ട് പോകുന്നില്ല. പകരം നമ്മൾ ഇതിൽ ഈ ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതവിടെ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് x², ബി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് x, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ റിലേഷൻ ഇതാണ്. ആൽഫയും ബീറ്റയും കൂടെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ സം ഓഫ് ദ റൂട്ട്സിനെ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? -b/a കിട്ടണം. ആൽഫ + ബീറ്റ -b/a അല്ലെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ് എന്താണ്? -b/a. അപ്പം വേറൊന്നുമില്ല, റൂട്ട്സ് ഇപ്പം എന്തോ ആയിക്കോട്ടെ, 5 6 ഒക്കെ കിട്ടിയേക്കും നമുക്കപ്പം അവരെ തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന റൂട്ട്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സീറോസ്, ആ സീറോസിനെ തമ്മിൽ കൂട്ടുമ്പോൾ -b/a കിട്ടണം. സീറോസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ബീറ്റ എന്ത് കിട്ടണം? c/a കിട്ടണം. അതാണ് റിലേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സീറോസും റൂട്ട്സും ഒന്ന് തന്നെയാണ്. അപ്പം ഈ സീറോസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ 2 സീറോസ് മാക്സിമം വരും. അപ്പോൾ അവരെ തമ്മിൽ കൂട്ടുമ്പോൾ, ആ സീറോസിനെ തമ്മിൽ കൂട്ടുമ്പം -b/a കിട്ടണം. അല്ലെങ്കിൽ സീറോസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം c/a നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അതുകൊണ്ട് തന്നെ ഈ റൂട്ട്സിന് എപ്പോഴും ആൽഫ എന്നും ബീറ്റ എന്നും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. റൂട്ട്സിന് നമുക്ക് പി എന്നും ക്യൂ എന്നും കൊടുക്കാം. അപ്പോൾ p + q മീൻസ് ആ റൂട്ട്സിനെ തമ്മിൽ കൂട്ടി. അപ്പോൾ എന്ത് കിട്ടണം? -b/a. pq എന്ന് പറഞ്ഞാൽ റൂട്ട്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ c/a. ശരിക്കും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ആൽഫ + ബീറ്റ, ആൽഫയും ബീറ്റയും റൂട്ട്സ് ആണെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ് എന്താണ്? ആൽഫ + ബീറ്റ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ റൂട്ട്സ് ആണ്, അതാണ് -b/a. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആണ്, അതാണ് എന്തെന്ന്? c/a. അതിന് മുമ്പ് ആൽഫയും ബീറ്റയും സീറോസ് ആണെന്ന് എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ്. അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ് സീറോസ് എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് കോഎഫിഷ്യൻസ്. കോഎഫിഷ്യൻസ് ആണ് എ, ബി ആൻഡ് സി. x² കൂടെ നിൽക്കുന്നത് എ, എക്സിൻ്റെ കൂടെ നിൽക്കുന്നത് ബി, കോൺസ്റ്റൻറ്റ് ടേം സി. സീറോസ് അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് തൽക്കാലം ആൽഫ എന്നും ബീറ്റ എന്നും കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് എഴുതിയെടുക്കുക. കഴിഞ്ഞ പോർഷൻസൊക്കെ വളരെ സ്ലോയിലാണ് പോയെന്നുള്ളൊരു പരാതിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പരാതിയല്ല, ഭയങ്കര ഒരുപാട് ടൈം എടുത്താൽ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ആൽഫ + ബീറ്റ സം ഓഫ് ദ റൂട്ട്സ് -b/a, ആൽഫ ബീറ്റ c/a.
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് തന്നെ അങ്ങ് എടുക്കുവാണ്, എഡിറ്റ് ചെയ്യാതെ തന്നെ അങ്ങ് വിടുവാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ പറയുമ്പം സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത പറയാം. ഇതിപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 ഹാസ് റൂട്ട്സ് -2 ആൻഡ് 4. ആ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. എവിടെയെന്നറിയില്ല. ഓക്കെ പോട്ടെ, ഞാൻ ഇവിടുന്ന് എടുത്തതാണത്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ അത്. ഒരു മിനിറ്റ്. എനിവേ ഞാനത് നോക്കിയിട്ട് കണ്ടില്ല. ഓക്കെ, അത് വിട്ടേക്ക്, നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8 2x മൈനസ് 8 ഹാസ് റൂട്ട്സ് -2 ആൻഡ് -4. സോറി, -2 ആൻഡ് 4. അപ്പോൾ ഇവരുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ആരാണ്? ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് -2ഉം -4ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഇവരെ ആൽഫ എന്നും ഇവനെ എന്തെന്നും കൊടുക്കാം? ബീറ്റ എന്നും. സോ എൻ്റെ ഫോട്ടോയ്ക്കകത്താക്കി ഇവനെ നമുക്ക് എന്തെന്നും കൊടുക്കാം? ബീറ്റ എന്നും കൊടുക്കാം. അപ്പം ഈ ഇക്വേഷനകത്ത് അവരുടെ റൂട്ട്സ് -2ഉം 4ഉം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ആൽഫ എന്നും ബീറ്റ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്ടേ, ആൽഫ = -2, ബീറ്റ = 4 കൊടുക്കണം. എന്നിട്ട് എയും ബിയും സിയും നമ്മൾ കണ്ടുപിടിക്കണം. എ എത്രയാണ്? എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് എത്ര? 1. ബി എത്ര? എക്സിൻ്റെ കോയഫിഷ്യൻ്റ് -2. സി എത്ര? കോൺസ്റ്റൻ്റ് ടൈം 8 അല്ല, -8 ആണ് എടുത്തെഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പം എങ്ങനെ റൂട്ട്സും കോയഫിഷ്യൻസും എടുത്തെഴുതാമെന്ന്. ഇനി അവരുടെ റിലേഷൻ എന്ന് വെച്ചാൽ ആൽഫ പ്ലസ് ബീറ്റ -b/a ആണോ എന്ന് നോക്കണം. അപ്പം ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈക്വേഷൻ്റെ അപ്പുറം ഇപ്പുറം ഒരു വാല്യൂസിനെ കൊണ്ടുപോകരുത്. കാര്യം നമ്മൾ ഉദ്ദേശം ഈ ആൽഫ പ്ലസ് ബീറ്റ കിട്ടുന്ന വാല്യൂവും -b/a കിട്ടുന്ന വാല്യൂവും ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. സോ ആൽഫയ്ക്ക് വരെ -2 കൊടുത്തു, ബീറ്റയ്ക്ക് വരെ 4 കൊടുത്തു. -b/a എന്ന് പറയുമ്പോൾ ബി ഓൾറെഡി -2 ആണ്. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ മൈനസ് ഓൾറെഡി അവിടെ ഇടുക, എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ബിയുടെ വാല്യൂ എന്ത് കൊടുക്കുക? -2/a എത്രയാണ്? 1. സോ അതാണ്ട് a 1 ആണ്. അപ്പം ഈ -2ഉം +4ഉം കൂടെ ആഡ് ചെയ്യുമ്പം +2, -2 എന്ത് വരും? 2. അപ്പോൾ 2 = 2 എന്ന് കിട്ടും. അപ്പോൾ അത് ഓക്കെ ആയി. ദാറ്റ് മീൻസ് ആൽഫ പ്ലസ് ബീറ്റ എന്ത് കിട്ടി നമുക്ക്? -b/a എന്ന് കിട്ടി. ഓക്കെ, വെരിഫൈഡ്. ഇനി ആൽഫ ബീറ്റ c/a ആണോ നോക്കണം. ആൽഫ ബീറ്റ മീൻസ് ആ റൂട്ട്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ -2നെയും 4നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. c/a മീൻസ് -8/1 എന്ന് വരും. സോ -8. അപ്പോൾ ഞാനൊരു മൈനസ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. -8 = -8. അപ്പോൾ ഞാൻ വന്നിട്ടോട്ടെ, അത് എഴുതാൻ വിട്ടുപോയതാണ്. ഓക്കെ, അത് ഒരിടത്ത് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അതായത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് മറന്നു പോകരുത് കേട്ടോ. ഞാൻ താഴോട്ട് അത് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. കാര്യം -8/1 മൈനസ്. അപ്പോൾ ആ മൈനസ് അവിടെ നിന്ന് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആയി? ആൽഫ പ്ലസ് ബീറ്റ ഓക്കെ ആയി, ആൽഫ ബീറ്റ എന്തായി? ഓക്കെ ആയി, ഈക്വലായി. ഇനി ശരിക്കും ഇത് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു കാര്യം എഴുതിയേക്കുന്നേ ഉള്ളൂ. ദിസ് ഈസ് ഇനഫ്. അപ്പോൾ എന്താ ഈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് സം ഓഫ് ദ റൂട്ട്സ്. അതെന്ത് കിട്ടണം? -b/, സം ഓഫ് ദ റൂട്ട്സ് എന്ന് വെച്ചാൽ മേളിലുള്ള കാൽക്കുലേഷൻ. അതായത് ഞാൻ താഴെ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം ഞാൻ എന്തെഴുതി? സം ഓഫ് ദ റൂട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ആൽഫ ബീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ്. ബാക്കിയെല്ലാം സെയിം തന്നെ. അതിങ്ങനെ ഇത്ര എഴുതി വെച്ചേക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം. ചിലർക്ക് ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് ദ റൂട്ട്സ് ആണെന്ന് ഇപ്പോഴും അറിയത്തില്ല. അതായത് ഒരുപാട് ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു പോയവർക്ക് വീണ്ടും അറിയാത്ത ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സം ഓഫ് ദ റൂട്ട്സ് ആണ് ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ ചില ക്വസ്റ്റിനകത്ത് ഇങ്ങനെ തരും, ഗിവൺ സം ഓഫ് ദ റൂട്ട്സ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ആർ 2 and 8 എന്ന്. അപ്പോൾ ആൾക്കാർക്ക് സം ഓഫ് ദ റൂട്ട്സ് അതെന്താണ്? സം ഓഫ് ദ റൂട്ട്സ് എന്ന് വെച്ചാൽ ആൽഫ പ്ലസ് ബീറ്റ, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് വെച്ചാൽ ആൽഫ ബീറ്റ. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും ഒന്നുകൂടെ എഴുതിയേക്കുന്നത്. അപ്പോൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നതിൻ്റെ പറയുന്ന പേരാണ് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിമെമ്പർ സം ഓഫ് ദ റൂട്ട്സ് ഞാൻ എഴുതിയിട്ടുണ്ടല്ലേ, വലിയ കാര്യം. അപ്പോൾ അറിയാം, റിമെമ്പർ സം ഓഫ് ദ റൂട്ട്സ് = ആൽഫ പ്ലസ് ബീറ്റ, പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് = ആൽഫ ബീറ്റ. ഓക്കെ, അത് കണക്ക് തന്നെ പിന്നെ എന്താ എഴുതിയേക്കുന്നത്? അപ്പോൾ ഇത് നിങ്ങൾ റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരുന്നാൽ മതി.
സം ഓഫ് ദ റൂട്ട്സ് ഇസിക്കൽ ടു ആൽഫ പ്ലസ് ബീറ്റ, പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ഇസിക്കൽ ടു ആൽഫ ബീറ്റ. പിന്നെ അടുത്തത് റിലേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസിക്കൽ ടു 0. എയും ബിയും സിയും കോഎഫിഷ്യൻസ് ആണ്, ആൽഫയും ബീറ്റയും റൂട്ട്സ് ആണ്. റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്ന ആൽഫ പ്ലസ് ബീറ്റ ഇസിക്കൽ ടു മൈനസ് ബി ബൈ എ, ആൽഫ ബീറ്റ ഇസിക്കൽ ടു സി ബൈ എ. അപ്പോൾ മറന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് വളരെ ഷോർട്ടായിട്ട് ഇത് എഴുതണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഇത് കമ്പൽസറി ആയിട്ട് എഴുതി വെച്ചാൽ തെറ്റാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. ഈ കാര്യങ്ങൾ തന്നെയാണ് മേളിൽ പറഞ്ഞത്. ഇനി നമുക്ക് പേജ് നമ്പർ 30 എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ ഏതാണ്? എക്സാമ്പിൾ 2 ആണെന്ന് ഓക്കെ. പേജ് നമ്പർ 30 എക്സാമ്പിൾ 2. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. പേജ് നമ്പർ 30 എക്സാമ്പിൾ 2 മാക്സിമം ഞാൻ വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ നോക്കിക്കേ, ഇവിടെ ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നേരത്തെ നമുക്ക് എന്തോ തന്നിരുന്നത്? നേരത്തെ ക്വസ്റ്റ്യൻ സീറോസ് തന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10, എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ്. ഓക്കെ, അപ്പോൾ ആദ്യമേ നിങ്ങൾ സീറോസ് കണ്ടുപിടിക്കണം. സീറോസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ആൽഫേനെയും ബീറ്റേനെയും കണ്ടുപിടിക്കണം. അപ്പോൾ ചോദിക്കും എയും ബിയും സിയും. എയും ബിയും സി ഇവിടെ ഉണ്ട്. താണ്ട് എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 7 ആണ്, സി എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ എയും ബിയും സിയും ഒക്കെ എവിടെ ഉണ്ടാവും? ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് തന്നെ ഉണ്ടാവും. സീറോസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പാട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിത് 9th പഠിച്ചിട്ടുള്ളതാണ്. എന്ത്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി നമുക്ക് ചെയ്യാം. അപ്പോൾ അത് അറിഞ്ഞൂടാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചോളൂ. എസ്പെഷ്യലി ആ മിഡിൽ ടേമിന് സ്പ്ലിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ അറിയാം. അപ്പോൾ അവരൊന്ന് പഠിച്ചോളൂ. ഓക്കെ, അപ്പം ഞാൻ എന്നാലും ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സ്പീഡിൽ പറയുന്നത് ഇതൊക്കെ ആദ്യം പഠിച്ചിട്ടുള്ള കേസാണ്. പിന്നെ ഈ ഒരു കേസും കൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് ഫാക്ടറൈസേഷനകത്ത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആദ്യത്തെ ഒരു സെക്ഷനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊള്ളാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റൂട്ട്സ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ എഫ് ഓഫ് എക്സ് എന്നിട്ട് കൊടുക്കണം. എഫ് ഓഫ് എക്സിന് 0 എന്നിട്ട് കൊടുക്കണം. അപ്പം എപ്പോഴും റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു പോളിനോമിയൽ ഫംഗ്ഷന് നമ്മൾ 0 എന്നിട്ട് കൊടുക്കണം. അപ്പം എന്നാലേ അത് ഇക്വേഷൻ ആകത്തുള്ളൂ. ഓക്കെ, ഇത് എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതിനെ ഈക്വൽ ടു 0 എന്നിട്ട് കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? റൂട്ട്സ്. മിക്ക ആൾക്കാർക്ക് ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ട്, ആൾക്കാർ 0 ഇടാതെ ബാക്കി മൊത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് നോക്കുക. ഞാനിവിടെ കണ്ടുപിടിക്കുന്നത് ഒരു മെത്തേഡുണ്ട്, ടി മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണെന്ന് നോക്കും? 7. അതാണ് സമ്മ് കിട്ടേണ്ടത്. ഇനി കോൺസ്റ്റൻറ്റ് ടൈം ഇൻറ്റു എക്സ് സ്ക്വയർ ടൈം. കോൺസ്റ്റൻറ്റ് ടൈം 10 ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ 10 × 1 10 ആണ് പ്രോഡക്റ്റ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 7ഉം പ്രൊഡക്റ്റ് എന്തും കിട്ടണം? 10ഉം കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രൊഡക്റ്റിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതണം. എന്നിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് എഴുതണം. 1 × 10 10, 2 × 5 10. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാക്ടീസിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അതായത് ഈ 7 എടുത്ത് സമ്മായിട്ടും കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് സ്ക്വയർ കോഎഫിഷ്യൻറ്റ് പ്രോഡക്റ്റായിട്ടും എഴുതണം. പ്രൊഡക്റ്റിനെ എടുത്ത് എഴുതിയിട്ട് പ്രൊഡക്റ്റിൻ്റെ ഫാക്ടേഴ്സ് എഴുതണം. 1 × 10 10, 2 × 5 10. അതിൽ 2 × 5 ഞാൻ പിക്ക് ചെയ്യുവാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും 2 × 5 10 കിട്ടി. 2 + 5 എന്ത് കിട്ടുകയും ചെയ്യും? 7 കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 × 5 10 ആണ്. അത് ഈ കാര്യം ടി മെത്തേഡ് എഴുതുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് ഓൾറെഡി ഈക്വൽ ആയിരിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് 10 വരുന്ന നമ്പേഴ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അവിടെ 1 × 10 10, 2 × 5 10. പിന്നെ വീണ്ടും പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് ഓക്കെയാണ്, ഡബിൾ ഓക്കെയാണ്. ഇനി സമ്മ്, ഈ കൂട്ടത്തിൽ സമ്മ് 7 വരുന്നത് കിട്ടുമെന്ന് നോക്കണം. 1 + 10 11 ആണ്. 2 + 5 എത്ര? 7. അപ്പോൾ അത് എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് 2 + 5 സമ്മ് ചെക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. ഒരു ഇക്വേഷനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്ത് സമ്മായിട്ട് എഴുതും. കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എടുത്ത് പ്രൊഡക്റ്റായിട്ട് എഴുതും. പ്രൊഡക്റ്റിനെ എടുത്ത് ടി മെത്തേഡിൽ എടുത്തിട്ടിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് എഴുതും. പിന്നെ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അതവിടെ വിട്ടേക്ക്. 1 × 10 10, 2 × 5 10. അതിൽ സമ്മ് 7 കിട്ടുന്ന നമ്പേഴ്സിനെ എടുത്ത് എഴുതി ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഒരു ടിക്കൊക്കെ ഇട്ട് കൊടുത്ത് ഓക്കെ ആക്കിയിട്ട് ആ രണ്ട് നമ്പേഴ്സിനെ എടുക്കണം.
2ഉം 5ഉം ആണ് രണ്ട് നമ്പേഴ്സ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഇക്വേഷനെ വീണ്ടും ഒന്ന് താഴോട്ട് എടുത്ത് എഴുതുക. x² + 7x + 10. അതിൽ ഈ 7xന് പകരം 2x എന്നും 5x എന്നും കൊടുക്കണം. കാര്യം 2xും 5xും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7x. അപ്പോൾ ഈ 7 വരും 2x + 7x, ബാക്കിയെല്ലാം ചേഞ്ച് ഇല്ല. അപ്പോൾ ഈ ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്തു. ആ ഇക്വേഷൻ്റെ 7xനെ 2x + 5x സ്പ്ലിറ്റ് ചെയ്തു, ബാക്കിയല്ലാതെ കണക്ക്. അപ്പോൾ x² + 7x വരാൻ 2x + 5x + 10x. അപ്പോൾ 2xും 5xും ഇവിടുന്ന് ഒന്ന് മനസ്സിലായല്ലോ ഇവിടുന്ന്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതായത് ഇവിടെ നോക്കുക, ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 3. ഇവിടെ ഇപ്പോൾ എത്ര ടേംസ് ഉണ്ട്? 4. അങ്ങനെ വരുമ്പം ഈ രണ്ടിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം, ഈ രണ്ടിൽ നിന്ന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ രണ്ട് വെച്ചൊരു സെറ്റായി മാറും. അതിന് വേണ്ടിയിട്ടാണ് 3 ടേംസ് ഉള്ള ഈ ഇക്വേഷനെ നമ്മൾ 4 ടേംസിലോട്ട് ആക്കി മാറ്റിയത്. എന്നിട്ട് എന്താ ചെക്ക് ചെയ്യേണ്ടത്? എന്നിട്ട് വളരെ എളുപ്പമാണ്. ഇനി ഈ രണ്ടെണ്ണത്തിൽ നിന്ന് എന്ത് ഔട്ട് സൈഡ് എടുക്കാം? എക്സ്. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ x + 2. ഈ രണ്ട് എണ്ണത്തിൽ നിന്ന് എന്ത് ഔട്ട് സൈഡ് എടുക്കാം? 5. അപ്പോൾ എന്ത് കിട്ടും? x + 2 = 0. ഇനി ഇത് ചെയ്യാറിയാത്ത പല ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി പറയുവാണ്. നോക്കുക, ഇവിടം തൊട്ട് ഇവിടം വരെയും ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ടേമാണ്. ഇവിടെ എന്തുണ്ട്? x + 2. ഇവിടെ എന്തുണ്ട്? x + 2. ആ x + 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടെന്ന് നോക്കണം. ഇവിടെ x + 2 ഇവിടുന്ന് പോയാൽ x, പിന്നെ എന്തുണ്ട്? ഒരു പ്ലസ്, അതിടണം. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു 5, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ x + 2 × x + 5 = 0. ഇനി ആലോചിച്ചോണം, രണ്ട് നമ്പേഴ്സിൻ്റെ x + 2 × x + 5 എന്നാണ്. x + 2 x + 5 എന്നൊക്കെ ചില ആൾക്കാർ പറയും. x + 2 × x + 5 = 0. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരെണ്ണം 0 എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ x + 2 = 0 ഓർ x + 5 = 0. x + 2 0 ആകുമ്പോൾ x = -2, x ഇവിടെ എന്ത് വരും? -5. അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സിന് -2ഉം -5ഉം കിട്ടിയാൽ നമുക്ക് പറയാം ആൽഫ -2 ബീറ്റ -2. പിന്നെ പഴയ ചെയ്ത പ്രോസസ്സ് മനസ്സിലാവുന്നുണ്ടോ? പഴയ ചെയ്ത പ്രോസസ്സിലേക്ക്, അതായത് ഇവിടെ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? ഒരു ഇക്വേഷൻ തന്നു, അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചിട്ട് റിലേഷൻ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഫൈൻഡ് റൂട്ട്സ് സീറോസ് ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ്. റൂട്ട്സ് എവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? ഏതൊക്കെയാണ്? -2, -5 അല്ലെങ്കിൽ സീറോസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റിലേഷൻ ചെക്ക് ചെയ്യാൻ പോവാം. റിലേഷൻ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കിട്ടിയ റൂട്ട്സിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ആൽഫയെന്നും അതിനെ ബീറ്റയെന്നും കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ആദ്യത്തെ ഇക്വേഷനെ ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ട് എയും ബിയും സി എഴുതാൻ മറക്കരുത്. A1, B7, C10. അപ്പോൾ നമുക്ക് എന്നിട്ട് റിലേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ആൽഫ + ബീറ്റ അല്ലെങ്കിൽ എന്താണ്? സം ഓഫ് ദി സീറോസ് -b/a ആണോ എന്ന് ചെക്ക് ചെയ്യണം. സം ഓഫ് ദി സീറോസ് എന്ന് പറഞ്ഞാൽ -2ഉം -5ഉം കൂടെ ആഡ് ചെയ്യണം. b/a എന്ന് പറയുന്നത് ഇവിടെ നോക്കണം. b എത്ര? 7/a എത്ര? 1, 7/1. സോ -b/a മൈനസ് ഇട്ടിട്ട് 7 b7 a1. സോ -7 = -7. ഓക്കെയാണ്, ഹാപ്പിയാണ്. ഇനി അടുത്ത ആൽഫ ബീറ്റ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ത് കിട്ടുമെന്ന് നോക്കണം. c/a. ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ -2ഉം -5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +10. c/a എന്ന് പറയുമ്പോൾ 10/1 10. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് ചെക്കായി. സോ ആൽഫ ബീറ്റ എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നോക്കി എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തതെന്ന്? ഇവിടെ നിന്നാണ്, മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ക്വസ്റ്റ്യൻ. ആദ്യമേ നിങ്ങൾ 9th പോർഷൻ അനുസരിച്ചാണ് എന്ത് കിട്ടിയേക്കുന്നത്? റൂട്ട്സ് കണ്ടുപിടിച്ചത്. ഇവിടം വരെ അല്ല, റൂട്ട്സ് കണ്ടുപിടിച്ച് ഇവിടം വരെ പഴയ സെക്ഷൻ. എന്നിട്ട് ആ കിട്ടിയ റൂട്ട്സിന് ആൽഫയെന്നും ബീറ്റയെന്നും കൊടുക്കുന്നത് നമുക്കറിയാവുന്ന കേസ്. തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് നിന്ന് എയും ബിയും സിയും കണ്ടുപിടിച്ചിട്ട് റിലേഷൻ ചെക്ക് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത് ഞാൻ എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചേ നിങ്ങൾ. നൗ യു ക്യാൻ ഡു എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3 നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എക്സൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നെ ചെയ്യാം. ബട്ട് വി ആർ ഡൂയിങ് എക്സാമ്പിൾ 3 ഹിയർ. അപ്പം ശ്രദ്ധിക്കുക, ഇത്രയും ഈ ഒരു പാർട്ട് പഠിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് എലിജിബിളാണ്? നിങ്ങൾ എക്സാമ്പിൾ 3യും എക്സൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യാൻ നിങ്ങൾ എലിജിബിളാണ്. അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ഫുൾ ആൻസേഴ്സ് ഗൈഡിലോ അവിടെ എവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നോക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമ്പിൾ 3 ചെയ്യുവാണ്. എക്സൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ തീർച്ചയായിട്ടും ഹോംവർക്ക് ചെയ്തേ പറ്റൂ. പിന്നെ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അടുത്ത ക്ലാസ്സിലോ മറ്റോ വീഡിയോ ആയിട്ട് ചെയ്യും. പക്ഷേ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും അത് വെയിറ്റ് ചെയ്തിരിക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3യെ പറ്റി പറയുവാണെങ്കിൽ പേജ് നമ്പർ 30 എക്സാമ്പിൾ 3 വരുന്നത്. അത് ചെയ്യാനൊരു റീസൺ ഉണ്ട്. ചില ആൾക്കാർ കൊണ്ടിട്ട് തെറ്റിക്കുക. അതുകൊണ്ടാണ് അതിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ,
അപ്പോൾ നോക്കുക, ഈ ഒരു കേസ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടാണ് അതിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ കേസ്. സമയം 20 മിനിറ്റായി, കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുവാണ്. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കറിയാം എന്തുവാ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഞാൻ ചോദിച്ചോട്ടെ, എ സ്ക്വയർ മൈനസ് ബീനെ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിലേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റൂ. പക്ഷേ എനിക്കങ്ങനെ എഴുതിയേ പറ്റൂ. അതായത് എൻ്റെ കയ്യിൽ ഒരു എ സ്ക്വയറും മൈനസ് ഒരു ബി മാത്രമേ ഉള്ളൂ, എനിക്ക് ഈ ഫോമിൽ എഴുതിയേ പറ്റൂ. അതിനൊരു ഐഡിയ ഉണ്ട്. ഈ ബീനെ റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ എന്നാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓക്കെ ആയി. എ സ്ക്വയർ ഇപ്പോൾ ഫസ്റ്റ് ടൈം മൈനസ് സെക്കൻഡ് ടൈം ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ തിയറി ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ടൈമിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് ഏതോ ഒരു ടേമിൻ്റെ സ്ക്വയറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടൈം മൈനസ് സെക്കൻഡ് ടൈം. ഇതാണ് ഇതിൻ്റെ ശരിക്കും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എയും ബിയും വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡിൻ്റെ സ്ക്വയർ. ഫസ്റ്റിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ് മൈനസ് സെക്കൻഡ്. അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ നോക്കുവാണെങ്കിൽ ഫസ്റ്റിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡിൻ്റെ സ്ക്വയർ ഇസിക്കൽ ടു ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ് മൈനസ് സെക്കൻഡ്. അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ ഫസ്റ്റിൻ്റെ സ്ക്വയർ, പക്ഷേ സെക്കൻഡിൻ്റെ എന്തില്ല, സ്ക്വയർ ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്ക്വയർ ആക്കി കൊടുത്തു. അവിടെ എന്ത് കൊടുത്തു, ഫസ്റ്റിൻ്റെ സ്ക്വയർ മൈനസ് എന്തുവാ, സെക്കൻഡിൻ്റെ സ്ക്വയർ. അപ്പോൾ ബി കിട്ടിയാൽ മതിയല്ലോ. ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ബിയുടെ സ്ക്വയറാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പോൾ എന്ത് വന്നു, ഫസ്റ്റിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡിൻ്റെ സ്ക്വയർ ഇസിക്കൽ ടു ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റ് മൈനസ് സെക്കൻഡ്. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ആ ഫോമിലോട്ട് ആക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഫൈൻഡ് ദ സീറോസ് ഓഫ് എക്സാമ്പിൾ 3 ഇതാണ്. ഫൈൻഡ് ദ സീറോസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 3 ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ മൈനസ് 3 ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എക്സ് ടൈം ഇല്ലെന്നേ ഉള്ളൂ. ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ്. അപ്പോൾ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ. ആദ്യമേ നമ്മൾ സീറോസ് കണ്ടുപിടിക്കണം, എന്നിട്ട് റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുകയും വേണം. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 3 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിൽ എക്സ് ടൈം ഇല്ല എന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, നോക്കാം. ഓക്കെ, തുടങ്ങുവാണ് നമ്മൾ. എക്സ് സ്ക്വയർ മൈനസ് 3 എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3. 0 കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് എക്സിന് 0 എന്നിട്ട് കൊടുക്കണം. അതായത് ആ ഇക്വേഷന് 0 എന്നിട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് പറഞ്ഞായിരുന്നു. ഏതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണെങ്കിലും അതിൻ്റെ 0 കണ്ടുപിടിക്കണമെങ്കിൽ ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കണം. സോ എക്സ് സ്ക്വയർ മൈനസ് 3 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്തിട്ട് കൊടുത്തു, ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത കാര്യം നോക്കാം. അപ്പോൾ സിമിലർലി ഇട്ടത് മറ്റേതിന് ഇതായിട്ടാട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എ സ്ക്വയർ മൈനസ് 4. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സിമിലർലി ഇട്ടേക്കുന്നത്. ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നോക്കിക്കേ പിള്ളേരെ, എക്സ് സ്ക്വയർ മൈനസ് 3 ഇസിക്കൽ ടു 0. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിലല്ലേ കിടക്കുന്നത്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, രണ്ടാമത്തെ ആൾക്ക് സ്ക്വയർ ഇല്ല. അയാളെ നമ്മൾ എന്തിട്ട് കൊടുക്കും, റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എന്നാക്കും. അപ്പോൾ അത് ഫസ്റ്റ് ടൈമിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് ടൈമിൻ്റെ സ്ക്വയർ ആയി. അപ്പോൾ എന്ത് കിട്ടും, ഫസ്റ്റ് ടൈം പ്ലസ് സെക്കൻഡ് ടൈം ഇൻറ്റു ഫസ്റ്റ് ടൈം മൈനസ് സെക്കൻഡ് ടൈം. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലായി. ഇനി ഇസിക്കൽ ടു 0. അപ്പോൾ ഇവിടെയാണ് മിക്ക ആൾക്കാർക്കും തെറ്റുന്നത്. ഈ 0 ഇടാതെ വന്നാൽ ഇത് എങ്ങും ചെന്നെത്തത്തില്ല. ഈ 0 ഇടാതെ വന്നാൽ എങ്ങും ചെന്നെത്തത്തില്ല. പക്ഷേ 0 ഇട്ട് വന്നാലോ, എക്സ് പ്ലസ് 3 ഇൻറ്റു ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വിട്ടെന്ന് ഓർമ്മയില്ല. ഓക്കെ, എനിവേ തുടങ്ങാം. അപ്പോൾ നേരത്തെ ചെയ്ത കണക്ക് എക്സ് സ്ക്വയർ മൈനസ് 3 ഇസിക്കൽ 0. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 3ക്ക് വരാൻ റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ 0. ഓക്കെ, ഇതൊക്കെ പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ നേരം നമ്മൾ എന്തിട്ട് കൊടുക്കണം, ആ ഇക്വേഷൻ ഇസിക്കൽ ടു 0 എന്നിട്ട് കൊടുക്കണം. അത് മറന്നു പോരുത്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 3 ഇസിക്കൽ 0. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0, എക്സ് പ്ലസ് റൂട്ട് 3 0 അല്ലെങ്കിൽ എക്സ് മൈനസ് റൂട്ട് 3 ഇസിക്കൽ ടു 0 എന്ന് കൊടുക്കുക. ഇവിടെ ഈ കേസിൽ ആദ്യം നമുക്ക് എന്ത് വരും, എക്സ് ഇസിക്കൽ ടു മൈനസ് റൂട്ട് 3 എന്നും എക്സ് ഇസിക്കൽ ടു പ്ലസ് റൂട്ട് 3. അപ്പോൾ ഇവരാണ് സീറോസ്, അല്ലെങ്കിൽ ഇവരാണ് ആൽഫയും ബീറ്റയും. അപ്പോൾ ആ ക്വസ്റ്റിനെ ഒന്ന് ചെറുതാക്കി നമുക്ക് നോക്കാം. ക്വസ്റ്റിനെ ചെറുതാക്കിയല്ല, ആ പേജ്. ഓക്കെ, ആ പേജിൽ ഫസ്റ്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഫൈൻഡ് ദ സീറോസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3. അപ്പം നോക്കെ, എക്സ് ക്യൂബ് മൈനസ് 3യുടെ സീറോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പം
ഞാൻ ആദ്യമേ എക്സ് ക്യൂബ് മൈനസ് 3നെ എഫ് എഫ് എക്സ് എന്ന് എഴുതി. അത് എഫ് എഫ് എക്സ് ഇസിക്കൽ ടു 0 എന്ന് ഇട്ട് കൊടുത്താലേ സീറോസ് കണ്ടുപിടിക്കാൻ പറ്റൂ. സോ എക്സ് ക്യൂബ് മൈനസ് 3 0 എന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ നമ്മുടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്തു. സീറോസ് -√3 എന്നും +√3 എന്നും കണ്ടുപിടിച്ചു. അതിനെ ആൽഫ എന്നും ബീറ്റ എന്നും വിളിക്കാമെന്നും പറഞ്ഞു. ആൽഫ എന്നും ബീറ്റ എന്നും ഇട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തിനാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സെക്ഷനായിട്ടാണ് അത് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇതൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമുള്ളവർ മാത്രം എഴുതിക്കോ, ബാക്കി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, അതിൻ്റെ സീറോസ് നമുക്ക് കിട്ടി. ഇനി റിലേഷൻ ചെക്ക് ചെയ്യാം. അപ്പം ടു ചെക്ക് ദ റിലേഷൻ വീണ്ടും അവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം കിട്ടിയ ആ ആൽഫയും ബീറ്റയും ടു ചെക്ക് ദ റിലേഷൻ വി നീഡ് എന്തൊക്കെ വേണം റിലേഷൻ കണ്ടുപിടിക്കാൻ? ആൽഫ, ബീറ്റ, എ, ബി, സി ഇതെല്ലാം നമുക്ക് വേണം. ആൽഫയും ബീറ്റയും കിട്ടി. ആൽഫ -√3യും ബീറ്റ +√3 ആണ് നമുക്ക് നേരത്തെ പേജ് കിട്ടിയിട്ടുണ്ട്. ഇനി എ ബി സി കിട്ടണമെങ്കിൽ നോക്കുക, എക്സ് സ്ക്വയർ മൈനസ് 3 ആണ് ആ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ എഴുതിയത് അത് ജനറൽ ഫോമിലല്ല. ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലല്ല. ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? AX² + BX + C = 0 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ടേം ഇവിടെ ഉണ്ട്. ആ എക്സ് സ്ക്വയർ അതിനൊക്കെ ഇങ്ങോട്ട് വന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ എഴുതി. എക്സ് ടേം ഇല്ലാത്തതുകൊണ്ട് 0x പിന്നെ -3 = 0 എഴുതി. അതായത് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. x² - 3 എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അത് ജനറൽ ഫോമിലല്ല. ജനറൽ ഫോമിൽ ആക്കിയാൽ മാത്രമേ എയും ബിയും സിയും നമുക്ക് കിട്ടത്തുള്ളൂ. ജനറൽ ഫോം എന്താണ്? AX² + BX + C = 0. അപ്പോൾ എക്സ് ടേം ഇല്ലാത്തതുകൊണ്ട് x² കഴിഞ്ഞിട്ട് നമ്മൾ 0x എന്നിട്ട് കൊടുത്തു. അത് മറന്നു പോകരുത്. -3 = 0. അപ്പോൾ അവിടെ നോക്കുക, നമുക്കറിയാം എക്സിൻ്റെ കൂടെ x² കൂടെ നിൽക്കുന്നതാണ് എ, എക്സിൻ്റെ കൂടെ നിൽക്കുന്നതാണ് എന്ത്? ബി. കോൺസ്റ്റൻറ്റ് ടേമാണ് എന്ത്? സി എന്ന് പറയുന്നത്. ഓക്കെ, ശരിയാണല്ലോ. അപ്പോൾ x² കൂടെ 1, എക്സിൻ്റെ കൂടെ 0, കോൺസ്റ്റൻറ്റ് ടൈം എത്ര? -3. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ചു, ജനറൽ ഫോമിലാക്കി എയും ബിയും കണ്ടുപിടിച്ചു. ഇനി ഈ റിലേഷൻ ചെക്ക് ചെയ്യണം. റിലേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ആൽഫ + ബീറ്റ = സം ഓഫ് ദ റൂട്ട്സ് = അല്ലെങ്കിൽ ആൽഫ + ബീറ്റ = -b/a ആണോ എന്ന് ചെക്ക് ചെയ്യണം. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് അല്ലെങ്കിൽ ആൽഫ ബീറ്റ = c/a ആണോ എന്ന് ചെക്ക് ചെയ്യണം. എല്ലാം ഇവിടെ ഉണ്ട്. ആൽഫയും ബീറ്റയും ഉണ്ട്, എയും ബിയും എല്ലാം ഉണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. 0 = 0, -3 = 0 എന്ന് എഴുതി. സോ ആൽഫ + ബീറ്റ -b/a ആണ്, ആൽഫ ബീറ്റ c/a ആണ്. വെരിഫൈ ചെയ്തു. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അതിനകത്ത് എന്താണ് അഡീഷണൽ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഓടിച്ചെന്നങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. x² - 3 എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. ആദ്യം അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. റൂട്ട്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ ജനറൽ ഫോമിലോട്ട് ആക്കണം. എന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? റിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എക്സാമ്പിൾ 3 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്തു തന്നു. എക്സാമ്പിൾ നമുക്കിനി ചെയ്യാനുള്ളത് എക്സാമ്പിൾ 5 അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് കണക്ക് തന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യാനുള്ളത് എക്സസൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 1. അതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഹോംവർക്കായിട്ട് ചെയ്യാനുള്ളത് എക്സസൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 1. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കണം, സബ് ക്വസ്റ്റ്യൻ 1, 2, 3, 4, 5, 6 6 ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് നല്ലപോലെ നോക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും. അത് മിക്കവാറും ഞാൻ ചെയ്യാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പോർഷൻസ് തീർക്കേണ്ടതുകൊണ്ട് അടുത്തുള്ള സെക്ഷനിലേക്ക് പോകാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യുക. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളത്തെ ദിവസം തന്നെ. അടുത്ത ദിവസം തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ പാർട്ട് 2, അതായത് എക്സസൈസ് 2.2 ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, 1 നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, ഞാനതും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ആഡ് ചെയ്യാൻ നോക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യനിലോട്ട് എത്തിയിട്ടുണ്ട്. അതിന് കൺഫ്യൂഷൻ വേണ്ട. എക്സാമ്പിൾ 2.2 ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ ചെയ്യുക. 2 നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ 1 ആണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും. ഒരു കാര്യം ആലോചിക്കുക, 4s² - 4s + 1. ഈ എസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ വേരിയബിൾ എസ്. നേരത്തെ ഉള്ള നമ്മൾ ചെയ്ത് എക്സിലുള്ള പോളിനോമിയൽ. ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അത് ജനറൽ ഫോമിലല്ല കിടക്കുന്നത്. 6x² കഴിഞ്ഞിട്ട് 3 ആണ്.
അപ്പോൾ അതങ്ങനെയല്ല, എക്സ് ആണ് ആദ്യം വരേണ്ടത്. അപ്പം നിങ്ങൾ എയും ബിയും സി എടുത്ത് എഴുതുമ്പോൾ തെറ്റിപ്പോയുള്ള ചാൻസ് കൂടുതൽ. ആ ഇക്വേഷനെ മാറ്റി 6x² -7x -3 എന്ന് ആക്കണം. എന്നിട്ട് ഇതിൻ്റെ എ ആണിത്, ബി എന്താ -7, സി എന്താ -3 ആക്കണം. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അങ്ങനെ തന്നേക്കുന്നത്. ജനറൽ ഫോമിലാക്കിയാലേ എയും ബിയും സിയും കിട്ടത്തുള്ളൂ. പിന്നെന്താണ് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ 4u² + 8u. അപ്പം ഈ ക്വസ്റ്റിനും വളരെ സിമ്പിളാണ്. അവിടെ വേരിയബിൾ യു ആണ്. പിന്നെ t² - 15 ഇൻ ടിയിലാണ്, പിന്നെ എക്സിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. ആർക്കെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ പാർട്ട് 2ഉം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് എന്താ ഞാൻ പഠിപ്പിച്ചതെന്ന്. ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഈ ഗ്രാഫിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ഈ ഗ്രാഫൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിനുശേഷം ഇന്ന് പഠിച്ചത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. ഞാൻ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങളും അത് കണക്ക് നിങ്ങൾ എന്നാണോ ഈ നോട്ട്സ് എഴുതുന്നത് ആ ഡേറ്റ് എഴുതിയിടുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ദാറ്റ്സ് ഓൾ. ആകപ്പാടെ 4 സ്ലൈഡേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.